ഇസ്രാഫീൽ അലൈഹിസ്സലാം. അതുകൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന്റെ മേൽ സൂറിനെ ഏൽപ്പിക്കുകയാ. സൂറിനെ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചു? ഇസ്രാഫീൽ അലൈഹിസ്സലാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലമ്മാ ഫറഗല്ലാഹു തആല മിൻ ഖൽഖിസ് സമാവാത്, ആകാശലോകങ്ങളെ അല്ലാഹു സൃഷ്ടിച്ച് പൂർത്തിയാക്കിയതിനു ശേഷം സൂർ എന്ന കാഹളത്തെ അല്ലാഹു സൃഷ്ടിച്ചുവെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടോ. ആകാശഭൂമിയെ അള്ളാഹ് സൃഷ്ടിച്ചിട്ട് അള്ളാഹ് രണ്ടാമതായിട്ട് സൃഷ്ടിച്ചത് എന്താ? ഖലഖസ്സൂർ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഈ ആകാശത്തെ തകർക്കാൻ ഈ സൂർ വേണം, ഈ ഭൂമിയെ തകർക്കാൻ ഈ സൂർ വേണം, ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന അനന്തകോടി താരകങ്ങളെ തകർക്കാൻ ഈ സൂറിന് ആവശ്യമാണ്. അതുകൊണ്ട് ഇത് ഉണ്ടാക്കിയ പടച്ചവൻ തമ്പുരാൻ തന്നെ അതിനെ തകർത്തെറിയുന്നതിന് വേണ്ടി അതാ സൂറും സൃഷ്ടിക്കുകയാണ്. ലമ്മാ ഫറഗല്ലാഹു തആല മിൻ ഖൽഖിസ് സമാവാത്, ആകാശങ്ങളെ സൃഷ്ടിച്ചതിന് ശേഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അടുത്ത പടിയായി ചെയ്യുന്ന പണി എന്താണെന്നറിയുമോ? ഖലഖസ്സൂർ, സൂറിനെ സൃഷ്ടിക്കുകയാണ്. സൂറിനെ സൃഷ്ടിക്കുകയാണ്. ഖാലൂ, സഹാബത്ത് ചോദിക്കുകയാണ്, വമസ്സൂറു യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, സൂറെന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? സഹാബത്ത് നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചപ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹുവ ഖർനും മിൻ നൂർ, പ്രകാശത്താലുള്ള ഒരു കുഴലാണ് സഹാബത്തെ. സാധാരണ ഒരു കുഴലല്ല, സാധാരണ ഒരു വട്ടമല്ല, സാധാരണ ഒരു കൊമ്പ് പോലുള്ള കുഴലായി നിങ്ങൾ അതിനെ ചിത്രീകരിക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ ആണയിട്ട് പറയുകയാണ്, വല്ലദീ ബഅസനീ ബിൽ ഹഖ്, ഏതൊരു റബ്ബ് എന്നെ സത്യത്തിന്റെ ദൂതനായി ലോകത്തിന്റെ നെറുകയിലേക്ക് നിയോഗിച്ചുവോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. ഞാൻ ആണയിട്ട് പറയട്ടെയോ, ആ സൂറന്റെ വായുണ്ടല്ലോ, അതിന്റെ ദ്വാരമുണ്ടല്ലോ, അതിന്റെ വ്യാസമുണ്ടല്ലോ, അതിന്റെ വലിപ്പമുണ്ടല്ലോ, ആകാശഭൂമിക്കിടയിൽ എത്രത്തോളം വിശാലതയുണ്ട് ചിന്തിക്കാൻ കഴിവുണ്ടോ? ചിന്തിക്കാൻ കഴിവുണ്ടോ? ആകാശഭൂമികൾക്കിടയിൽ 15,15,15,000 പരം കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് തീരുപ്പുന്ന ഈ സൂര്യന്റെ താമസിക്കുന്ന ആകാശങ്ങൾക്കപ്പുറത്ത് 7 ആകാശങ്ങൾ മുതൽ എണ്ണി തിട്ടപ്പെടുത്തിക്കോ. 7 ഭൂമിയുടെ അടിത്തട്ട് വരെ നിലനിൽക്കുന്നിടത്തോളം വ്യാസങ്ങൾ എത്രത്തോളം ഉണ്ടെങ്കിൽ അത്രത്തോളം വ്യാസമേറിയ ഒരു കുഴലാണ് സഹാബത്തെ അല്ലാഹു ഇസ്രാഫീലിന്റെ കൈകളിൽ ഏൽപ്പിച്ചത്. വഹുവ വാളിഉഹു അലാ ഫീ ഷാഖിസുൻ ബിബസരിഹി ഇലൽ അർശ്, ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വായിൽ അല്ലാഹു അത് ഘടിപ്പിച്ചിരിക്കുകയാണ്. വഹുവ വാളിഉഹു അലാ ഫീ, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വായിൽ ആ സൂറെന്ന കാഹളം ഘടിപ്പിച്ചിരിക്കുകയാണ്. ഷാഖിസുൻ ബിബസരിഹി ഇലൽ അർശ്, അദ്ദേഹത്തിന്റെ തലയ്ക്ക് മീതെയാണ് അർശ്. ആ അർശിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മതായുമർ, എപ്പോഴാണ് അള്ളാന്റെ കൽപ്പന വരിക? എപ്പോഴാണ് അള്ളാന്റെ കൽപ്പന? ബിന്നഫ്ഖി, ഊതാനുള്ള കൽപ്പന വരിക. അങ്ങനെ കൽപ്പന വന്നു കഴിഞ്ഞാൽ ഫയൻഫുഖു ഫീഹി, ആ സൂറിലേക്ക് അദ്ദേഹം ഊതാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ആകാശഭൂമികളോളം വ്യാസമുള്ള ഒരു കുഴലാണ് ഇസ്രാഫീലിന്റെ മേൽ അല്ലാഹു ഏൽപ്പിച്ചതെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബത്തിന്റെ ചോദ്യത്തിന് അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുമ്പോ, സൂറെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അല്പമെങ്കിലും ബോധ്യമുണ്ടായി കാണും. ആകാശഭൂമികളോളം വിശാലത. അപ്പൊ നമ്മൾ ധരിക്കും ഈ സൂറെന്ന കാലത്തിൽ ഊതുമ്പോ എങ്ങനെ കേൾക്കും ആളുകൾ? ഈ സൂറെന്ന കാലത്തിലൂടെ ഊതുമ്പോ ഈ ലോകം മൊത്തം കൂടെ തകർന്നു പോകുന്നു പറയുമ്പോ ഇതെങ്ങനെ ഇത് കേൾക്കുക?
ഈ എന്ത് ഊത്തായിരിക്കും ഇത്? അപ്പൊ അള്ളാന്റെ റസൂൽ പറഞ്ഞത് എന്താ? ബഹുമാനപ്പെട്ട ഗസാലി റളിയല്ലാഹു തആല എന്ന് പറയാണ്, ലഹു 14 ദായിറ, 14ഓളം ദ്വാരങ്ങൾ അതിനുണ്ട്. ഈ സൂർ എന്ന് പറയുന്ന സാധനത്തിന് 14ഓളം ദ്വാരങ്ങളുണ്ട്. അതിൽ ഒരു ദ്വാരം എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള സകലമായ സൃഷ്ടികൾക്ക് വേണ്ടിയിട്ടുമുള്ളതാണ്. ഒരു ദ്വാരം എനിക്ക് വേണ്ടി ഒരു ദ്വാരമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഒരു ദ്വാരമുണ്ട്. ഈ ലോകത്തുള്ള കോടിക്കണക്കിന് ജനങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശഭൂമികൾക്കിടയിൽ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഈ മനുഷ്യ മക്കൾക്ക് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സൂർ എന്ന് പറയുന്ന വട്ടത്തിനകത്ത് ഓരോ വ്യക്തികൾക്കും ഓരോ ദ്വാരമുണ്ട്. അതിലേക്ക് ഊതുമ്പോ തന്നെ എന്റെയും കാതിലടിക്കും, നിങ്ങളുടെയും കാതിലടിക്കും. ആർക്ക് വേണ്ടിയാണോ ഈ ദ്വാരം അതിൽ സൃഷ്ടിക്കപ്പെട്ടത് അവരുടെ എല്ലാവരുടെയും കാതിൽ ആ ശബ്ദം മുഴങ്ങുമെന്ന് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. 14 ദ്വാരം, അതിൽ ഒരു ദ്വാരം മതി നമ്മുടെ മുഴുവൻ പേരുടെ സാധനം അതിനകത്ത് വെക്കും. ബാക്കി 13 അത് അള്ളാഹു മറ്റൊരാളുകളുമായി ബന്ധപ്പെട്ട അതിനെക്കുറിച്ച് നമുക്ക് ചർച്ചയില്ലാന്ന് അദ്ദേഹം പറയുന്നത്. അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഒരു ദ്വാരമുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ദ്വാരമുണ്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട് ഓരോ ദ്വാരമുണ്ട്. സൂർ മനസ്സിലായോ? ഇപ്പൊ സൂർ എന്ന് പറഞ്ഞ സാധനം വീട്ടിൽ പോയിട്ട് ചിന്തിക്കണം. ട്രെയിലറിലൂടെ വലിയ കുഴൽ കൊണ്ടുപോകുമ്പോഴാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് വലിയ കുഴൽ കൊണ്ടുപോകുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല സംഭവം. അപ്പൊ ഈ സൂർ എന്ന് പറഞ്ഞ സാധനത്തെ കുറിച്ച് നമുക്ക് അതിന്റെ വട്ടത്തെ കുറിച്ച് നമുക്കിപ്പോ ഒരു ബോധ്യമായല്ലോ. ഒന്നുമല്ല. ബഹുമാനപ്പെട്ട നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സൂർ എന്ന് പറഞ്ഞാൽ അതൊരു കുഴലാണ്. ആ സൂറിനെ അല്ലാഹു ആകാശത്തെ സൃഷ്ടിച്ചതിന് ശേഷം സൃഷ്ടിച്ചുകൊണ്ട് വഹുവ വാളിഉൻ അലാ ഫീഹി, ഇസ്രാഫീലിന്റെ വായിലേക്ക് അതെടുത്ത് വെച്ചിരിക്കുകയാണ്. ഷാഖിസുൻ ബസറഹു ഇലൽ അർശ്, ആകാശത്തിലേക്കും അർശിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മതാ യുമർ ബിൻ നഫ്ഖതി, എപ്പോഴാണ് അല്ലാഹുവിന്റെ കൽപ്പന, ഊത്തിന് വേണ്ടിയുള്ള കൽപ്പന വരിക, ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് അർശിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം. വാലമുദായിറതി ഫീ, ആ സൂറിന്റെ വാതിലുണ്ടല്ലോ, കാരൽ സമായി വല്ലറൽ, ആകാശഭൂമികൾക്കിടയിൽ വിശാലമായ വ്യാസമാണ് ആ സൂർ എന്ന കാഹളത്തിനുള്ളത്. നബി തങ്ങൾ തീർത്തില്ല, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫയൻഫുഖു ഫീഹി ഇസ്രാഫീൽ 3 നഫഖാത്, 3 പ്രാവശ്യമാണ് ആ വളയത്തിനകത്തേക്ക് ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ ഓതുന്നത്. 3 പ്രാവശ്യമാണ് ഓതുന്നത്. അൽ ഊല, ഒന്നാമത്തെ നഫഖത്തുൽ ഫസഅ്, ജനങ്ങളെ കിടകിട വിറപ്പിക്കാനുള്ള ഒരു ഓട്ടാണത്. വനഫിഖ ഫിസ്സൂർ ഫഇദാ നഫിഖ ഫിസ്സൂർ ഫഫസിഅ മാ ഫിസ്സമാവാത് വമാ ഫിൽ അർദ് ഇല്ലാ മൻ ശാഅ അല്ലാഹ് വകുല്ലുൻ അതൗഹു ദാഖിലീൻ. ഒന്നാമത്തെ ഊത്തിലൂടെ ജനങ്ങളെല്ലാം കിടുകിട വിറച്ചു പോകും, ജനങ്ങളെല്ലാം ഭയവിഹ്വലരായി പോകും. എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുകയാണ്, എന്തോ ഒരപശബ്ദം കേട്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ മറ്റൊരായത്തിലൂടെ ആ ഭാഗം ശ്രദ്ധിക്കുന്നത്, ആ ഭാഗം പരാമർശിക്കുന്നത് ശ്രദ്ധേയമാണ്. സൂറത്തുൽ ഹജ്ജിലൂടെ യാ അയ്യുഹൻ നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ് സാഅത്തി ശൈഉൻ അളീം യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിയ അമ്മാ അർളഅത് വതളഉ കുല്ലു ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد.
മനുഷ്യരെ, മനുഷ്യ മക്കളെ, മാനവ സമൂഹമേ, ആഗോള ജനസഞ്ചയത്തെ മുഴുവനും വിളിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ലോകത്തോടെ നടത്തുന്ന പ്രഖ്യാപനമാണ്. നമസ്കാരത്തെ കുറിച്ച് പറയുമ്പോ യാ അയ്യുഹല്ലദീന ആമനു എന്ന് അല്ലാഹു വിളിച്ചു. കള്ള് കുടിക്കരുതേ എന്ന് പറയുമ്പോ യാ അയ്യുഹല്ലദീന ആമനു എന്ന് അല്ലാഹു വിളിച്ചു. പലിശ വാങ്ങല്ലേ എന്ന് പറയുമ്പോ യാ അയ്യുഹല്ലദീന ആമനു എന്ന് അല്ലാഹു വിളിച്ചു. വ്യഭിചരിക്കരുതേ എന്ന് പറയുമ്പോ, ഹറാമ് പ്രവർത്തിക്കരുത് എന്ന് പറയുമ്പോ, ശിർക്ക് വെക്കരുത് എന്ന് പറയുമ്പോ അല്ലാഹു വിശ്വാസികളെ നോക്കിയിട്ടാണ് പറഞ്ഞതെങ്കിൽ അത് വിശ്വാസികളെ മാത്രമായി ബന്ധപ്പെട്ട കർമ്മമാണ്. പക്ഷേ സൂറന്ന കാഹളത്തിൽ ഓതപ്പെടുമ്പോ വിശ്വാസികൾ മാത്രമല്ല തകർന്ന് തരിപ്പണമാകുന്നത് സകലമാന മനുഷ്യ മക്കളും, ഈ ലോകത്തുള്ള സകലമാന മനുഷ്യ മക്കളും, എല്ലാ ഭൂതവർഗങ്ങളും, എല്ലാ പിശാചുക്കളും, അവർണവർഗവും സവർണവർഗവും പാൻപണ്ഡിതവർഗവും പാമരവർഗവും, മുതലാളികളും തൊഴിലാളികളും, കറുത്തവനും വെളുത്തവനും, മുടിച്ചുരുണ്ടവനും ചമ്പിച്ചവനും, മൂക്ക് ചപ്പിയവനും ഉയർന്നവനും, സമ്പന്നതയുടെ മടിത്തട്ടിൽ അമ്മാനമാടുന്നവനും, ദാരിദ്ര്യത്തിന്റെ കീഴിൽ കഴിഞ്ഞുകൂടുന്നവനും, പട്ടിണിപ്പാവങ്ങളും വയറ് നിറച്ച് ജീവിക്കുന്നവന് സകലമാന മനുഷ്യ മക്കളും, വിശ്വാസികളും അതിലുൾപ്പെടും, അവിശ്വാസികളും ഉൾപ്പെടും, ജൂതനും ഉൾപ്പെടും, നസ്രാണിയും ഉൾപ്പെടും, ബുദ്ധമതക്കാരനും ഉൾപ്പെടും, ജൈനമതക്കാരനും ഉൾപ്പെടും. സകലമാന മനുഷ്യ മക്കളെ, ഈ ദുനിയാവിൽ ജീവിച്ചത് മതിയടോ, നിർത്തടോ. യാ അയ്യുഹന്നാസ്, അള്ളാന്റെ വിളി മൊത്തത്തിലുള്ള വിളിയാണ്. കാരണം എന്താണ്? തകിടം മറിക്കാൻ പോവുകയാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യ മക്കളെ, ഇന്ന സല്ലത സാഅതി ശൈഉൻ അളീം. ഭൂമിയെ കിടകിട വിറപ്പിക്കാൻ പോവുകയാണ്. ആകാശലോകങ്ങളിതാ തകർന്ന് നിന്റെ മേലേക്ക് വീഴാൻ പോവുകയാണ്. ഭൂമി അതാ വിണ്ടുകീറാൻ പോവുകയാണ്. നീ ഏതൊരു കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കുടിക്കുന്നുവോ ആ വെള്ളം ഇതാ തീക്കനലായി ഉയരാൻ പോവുകയാണ്. അത് ആളിക്കത്താൻ പോവുകയാണ്. മനുഷ്യരെ, ഇന്ന സൽസലത സാഅതി ശൈഉൻ അളീം. ആ കിടകിട വിറപ്പിക്കുന്ന ദിവസമുണ്ടല്ലോ, അതൊരു വല്ലാത്ത സംഭവമാണ്. അതൊരു ഭയാനകത നിറഞ്ഞ സംഭവമാണ്. യൗമ തവഹലു കുല്ലു മുർളിയാത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ وترى الناس سكارى وما هم بسكارى. ഓരോ ഉമ്മമാരും മുല കൊടുത്തുകൊണ്ടിരിക്കുമ്പോ, തന്റെ ചോരക്കുഞ്ഞ് പൊട്ടിക്കരയുമ്പോ ഉമ്മാന്റെ ഒക്കത്തേക്കെടുത്ത് വെച്ചുകൊണ്ട് കരയാതിരിക്കന്റെ പൊന്നുമോനെ, കരയാതിരിക്കന്റെ പൊന്നുമോളെ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹവാത്സല്യത്തോടെ തന്റെ ഉമ്മ തന്റെ മക്കളെ എടുത്ത് മുല കൊടുത്തുകൊണ്ടിരിക്കുമ്പോ അതാ ഒരു ശബ്ദം കേൾക്കുകയാണ്. അതാ ഒരു ഭീകര ശബ്ദം കേൾക്കുകയാണ്. അതാ ഒരു അട്ടഹാസം കേൾക്കുകയാണ്. അതാ ഒരു അലമുറ കേൾക്കുകയാണ്. അതാ ഒരു നിലവിളി കേൾക്കുകയാണ്. സ്വന്തം ബീജത്തിൽ ജനിച്ച പൊന്നുമോളെ വലിച്ചെറിയുകയാണ്, നെട്ടോട്ടമോടുകയാണ്. എന്റെ ആത്മാവേ, എന്റെ രക്ഷയെ, എന്റെ മോചനമേ എന്ന് നിലവിളിച്ച് ഓടുന്ന രംഗമാണത്. എത്രയെത്ര ഗർഭിണികളായ ഒട്ടകങ്ങൾ അതിന്റെ സമയമെത്തുന്നതിന് മുമ്പ്, എത്രയെത്ര ഗർഭിണികളായ പെണ്ണുങ്ങൾ ആ സമയം പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ ഘോര ശബ്ദം കേൾക്കുമ്പോ അതാ അവർ പ്രസവിച്ച് വീഴുകയാണ്. വഴികളോളം പ്രസവിക്കുകയാണ്. ഇന്ന സൽസലത സാഅതി ശൈഉൻ അളീം. അതൊരു മഹത്തായ സംഭവമാണ്. അതൊരു മഹത്തായ വിസ്ഫോടനമാണ്. അത് മഹത്തായ വിളിയാളമാ. നബിയേ, ആ സന്ദർഭമെങ്ങാനും അങ്ങ് നേരിട്ട് കണ്ടിരുന്നുവെങ്കിൽ വതറന്നാസ സുകാറാ, ജനങ്ങളോടുന്നത് അങ്ങേക്ക് കാണാൻ കഴിയും നബിയെ. മദ്യപിച്ച് മതോന്മത്തനായവൻ ഓടുന്നത് പോലെ. വമാ ഹും ബിസുകാറാ, അവർ
മദ്യം കുടിച്ചിട്ടില്ല നബിയേ, അവർ മദ്യം കുടിച്ചിട്ടില്ല നബിയേ. പിന്നെ എന്തിനാണ് ഈ ഓട്ടം? എന്തിനാണ് തന്റെ കുഞ്ഞുമക്കളെ ഉമ്മമാര് വലിച്ചെറിഞ്ഞത്? എന്തിനാണ് 6 മാസം പ്രായമെത്തുന്നതിന് മുമ്പേ പ്രസവിച്ചത്? എന്തുകൊണ്ടാണ് ഒട്ടകങ്ങൾ അതിന്റെ പ്രായമെത്തുന്നതിന് മുമ്പ് പ്രസവിച്ചു വീണത്? നബിയേ നബിയേ, വലാകിന്ന അദാബല്ലാഹി ശദീദ്. സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ ഊതിയിരിക്കുകയാണ്. ഒന്നാമത്തെ ഊത്താണ്. ഒന്നാമത്തെ ഊത്തിലൂടെ ഫഫസ്യ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ശാ അല്ലാഹ്. ഒന്നാമത്തെ ഊത്തിലൂടെ ഉമ്മ മക്കളെ മറന്നു പോകുന്നു, ഭർത്താവ് ഭാര്യയെ മറന്നു പോകുന്നു, ഭാര്യ ഭർത്താവിനെ മറന്നു പോകുന്നു. ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ ഭാര്യയുടെ ഫോണുമായി സംസാരിക്കുന്ന ചെറുപ്പക്കാരാ, കാമുകിയുടെ ഫോണുമായി സംസാരിക്കുന്ന ചെറുപ്പക്കാരാ, ഈ ഫോണെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് നെട്ടോട്ടമോടുമത്രേ. ഒന്നാമത്തെ ഊത്തിലൂടെ അള്ളാന്റെ റസൂൽ ബഹുമാനപ്പെട്ട സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ വലിയ വട്ടത്തിലൂടെ സൂറന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ ഓതുന്ന ഒന്നാമത്തെ ഊത്താണ് നഫഖത്തുൽ ഫസഅ. കിടുകിടാ വിറപ്പിക്കുന്ന ഊത്തായിരിക്കും അത്. ഫസ്യ, എല്ലാം ഭയവിഹ്വലമായി പോകും. പിന്നെന്താ സംഭവിക്കുക? വകുല്ലുൻ അതൗഹു ദാഖിരീൻ. എല്ലാരും പിന്നെ വിനയാന്വിതനായി എളിമയോടെ അല്ലാ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ നാട്ടിലെ അഹങ്കാരിയും പണം കൊണ്ടമ്മാനമാടിയവനും അധികാരത്തിന് വേണ്ടി നെട്ടോട്ടമോടിയവനും ഞാനാണ് ഈ രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന് നിലവിളിച്ച് സങ്കോചത്തോടെ നെഞ്ചും വിരിച്ചു നടന്ന സഹോദര, ഒന്നാമത്തെ ഇടിമുഴക്കം സൂറന്ന കാഹളത്തിലൂടെ കേൾക്കുമ്പോ വകുല്ലുൻ, എല്ലാവരും അത്തൗഹു ദാഖിരീൻ. അല്ലാഹുവിന്റെ അരികിലേക്ക് അതാ ഭയവിഹ്വലരായി എളിമയോടെ താഴ്മയോടെ വിനയത്തോടെ നിറഞ്ഞ കണ്ണുനീരോടെ ഉമ്മ വേണ്ട, ഉപ്പ വേണ്ട, ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, തന്റെ ബീജത്തിൽ ജനിച്ച മക്കള് വേണ്ട, ഞാൻ എന്റെ രക്ഷയ്ക്ക് വേണ്ടി റബ്ബേ എന്നെ ഒന്ന് സഹായിക്കുമോ? അതൊന്നാമത്തെ ഊത്തിലൂടെ സംഭവിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നഫ്ഖത്തുൽ ഫസഅ. ഒന്നാമത്തെ ഊത്ത് നഫ്ഖത്തുൽ ഫസഅ. 3 ഊത്താ മൊത്തം. ചില റിവായത്തിൽ 2 ഊത്തുന്നുണ്ട്, ചില റിവായത്തിൽ 2 ഊത്തുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിലൂടെ 3 ഊത്താണ് നബി തങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അതിൽ ഒന്നാമത്തെ ഊത്ത് നഫ്ഖത്തുൽ ഫസഅ. ഇപ്പൊ നമുക്ക് തന്നെ ഒരു ഉദാഹരണല്ലേ, ഇപ്പൊ ഇവിടെ ഒരു സ്ഫോടനം സംഭവിച്ചാല്, ഒരു സ്ഫോടനം എവിടെയെങ്കിലും കേട്ടു, കാസർഗോഡ് ജില്ലയിൽ 2 കിലോമീറ്റർ അപ്പുറം 5 കിലോമീറ്റർ അപ്പുറം ആ ശബ്ദം കേട്ടു, ആകെ മൊത്തത്തിൽ ജനങ്ങളെല്ലാം ഒന്ന് പേടിച്ചു പോകും. ഇന്ന് രാത്രി ഒരു സ്ഫോടനം ഉണ്ടാകട്ടെ, ഒരു ശബ്ദം ഉണ്ടാകട്ടെ, നമ്മൾ വീട്ടിനകത്ത് നിന്ന് എല്ലാവരും ഉറക്കത്തിൽ നിന്ന് എത്ര മൂർധന്യാവസ്ഥയിൽ ഉറങ്ങിയാലും പെട്ടെന്ന് സടകുടഞ്ഞെഴുന്നേക്കും. എന്താ അവിടെ ശബ്ദം കേട്ടത്? എന്താ ഒരു ശബ്ദം കേട്ടത്? വീട്ടിൽ തന്നെ ഒരു സൗണ്ട് കേട്ടാൽ, ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടിയാൽ പെട്ടെന്ന് നമുക്കൊരു പേടിയാണല്ലോ. എന്താ ഒരു സംഭവം? ഇടിമിന്നൽ, മഴക്കാറ്, നല്ല മേഘമെല്ലാം മഴയ്ക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കുമ്പോ ശക്തമായ ഇടി. എന്തായിരിക്കും ആ സന്ദർഭത്തിൽ? എവിടെയോ ഒരു ഇടിവെട്ടി, ആ ഇടിയുടെ ആഘാതത്തിൽ ഇത്ര വീട് തകർന്നിരിക്കുന്നു, ഇത്ര പേര് മരിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ പത്രത്തിൽ വായിക്കുമ്പോ ഈ ഞാനിവിടെ ഇങ്ങനെ ഈ സിറ്റൗട്ടിൽ ഇരിക്കുമ്പോൾ സംഭവിച്ച ഇടിയാണത് എന്നെല്ലാരും പറയാറുണ്ട്. ആ ഇടിയെ ഒരു പേടി, ഇതൊരു പേടിപ്പിക്കലാണ്. അതുകൊണ്ട് ആദ്യം അള്ള ചെയ്യുന്ന പണി എന്താ? ഈ ഊത്തിലൂടെ ജനങ്ങളെ ഒന്ന് പേടിപ്പിക്കുക. ശ്രദ്ധിച്ചു, പേടിച്ചാ ഞാൻ ഇസ്രാഫീലൊന്നും അല്ല, എന്നാലും ഒന്ന് പേടിക്കണം. എല്ലാരും ഒന്ന് പേടിച്ചു പോകും. ആദ്യം അള്ള പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പേടിപ്പിക്കുന്നതോടുകൂടി അവന്റെ എല്ലാ പണിയും മാറ്റിവെച്ചിട്ട് അടുത്തടുത്ത് വരും. അല്ലാഹ് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആ സന്ദർഭത്തിൽ ഇവൻ ആരാ? മോലാളിയും തൊഴിലാളിയും എല്ലാം ഒന്നാവും. ഇപ്പോ തൊഴിലാളിയെ അവന്റെ കാലിന്റെ കീഴിൽ ചവിട്ടി ഒതുക്കി നിർത്തല്ലേ? കുറച്ച് പണത്തിന്റെ പവർ ഉണ്ടെങ്കിൽ ഞാനാണ് ഇവിടുത്തെ വില്ലൻ അല്ലേ? അങ്ങനത്തെ വില്ലൻ റോള് കളിക്കുന്ന ഒരു അവസ്ഥയല്ലേ? ഒന്നാമത്തെ സൗണ്ട് കേൾക്കുമ്പോൾ അതിന്റെ എല്ലാ വില്ലത്തരങ്ങളും നഷ്ടപ്പെട്ടു പോവുകയാണ്.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ ഊത്തിലൂടെയാണ് സൂർ എന്ന കാഹളത്തിലെ ഒന്നാമത്തെ ഊത്തിലൂടെ ജനങ്ങൾ മുഴുവനും ഭയപ്പെട്ടു പോകുമത്രേ. ജനങ്ങളെ ഭയവിഹ്വലമാക്കുന്ന അവസ്ഥയിലുള്ള ഊത്താണ് ഒന്നാമത്തെ ഊത്തെന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ ഊത്ത് വസാനിയ, രണ്ടാമത്തെ ഊത്ത് നഫ്ഖത്തുസ് സായിഖ്, രണ്ടാമത്തെ ഊത്ത് നഫ്ഖത്തുസ് സായിഖ്. അതിനിടയിൽ എത്രയോ വർഷങ്ങളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പല റിവായത്തുകളും പല അഭിപ്രായങ്ങളും ഹദീസിൽ കാണാം. പല പല അഭിപ്രായങ്ങൾ, 40 വർഷമൊന്നും അല്ലെങ്കിൽ 10 വർഷമൊന്നും അല്ല ഇത്ര വർഷങ്ങളൊന്നും കുറെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സന്ദർഭത്തിൽ വർഷങ്ങളോ സമയങ്ങളോ ഒന്നും ഒരു പ്രശ്നമല്ല. അത് പെട്ടെന്ന് തീരുന്നത് പോലെയാണ്. ആദ്യം ഒന്ന് പേടിപ്പിക്കും, മനുഷ്യനെല്ലാവരും അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്. രണ്ടാമതോ എല്ലാം തകർന്ന് തരിപ്പണമാവുകയാണ്. അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, വനുഫിഖ ഫിസ്സൂർ ഫസൈഖ മാ ഫിസ്സമാവാത് വമാ ഫിൽ അർള് ഇല്ലാ മാ ശാ نفخ في الصور فلا أنصاب بينهم يومئذ ولا يتساءلون فما ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രണ്ടാമത്തെ ഊത്തിനെ പരിചയപ്പെടുത്തുകയാണ്. സൂർ എന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ ഓതുന്ന രണ്ടാമത്തെ ഊത്തിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുകയാണ്. വനുഫിഖ ഫിസ്സൂർ ഫസൈഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർള് ഇല്ലാ മൻ ശാ അല്ലാഹ്.